എല്ലാവർക്കും PSC പസിലിലേക്ക് സ്വാഗതം. ക്വസ്റ്റ്യൻ പേപ്പർ 1-ലെ പാർട്ട് 4 ആണ് ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. 39ാമത്തെ ക്വസ്റ്റ്യൻ. എഫ് ആകൃതിയിലുള്ള കേരളത്തിലെ കായൽ. ഓപ്ഷൻ ബി ആണ് ആൻസർ, ശാസ്താംകോട്ട. ശാസ്താംകോട്ട കായലാണ് എഫ് ആകൃതിയിലുള്ള കേരളത്തിലെ കായൽ. കേരളത്തിലെ ഏറ്റവും വലുതും ഏറ്റവും നീളമേറിയതുമായ കായലാണ് വേമ്പനാട് കായൽ. കേരളത്തിലെ ഏറ്റവും വലുതും ഏറ്റവും നീളമേറിയതുമായ കായലാണ് വേമ്പനാട് കായൽ. കേരളത്തിലെ രണ്ടാമത്തെ ഏറ്റവും വലിയ കായലാണ് അഷ്ടമുടിക്കായൽ. കേരളത്തിലെ രണ്ടാമത്തെ ഏറ്റവും വലിയ കായലാണ് അഷ്ടമുടിക്കായൽ. കേരളത്തിലെ ഏറ്റവും തെക്കേയറ്റത്തെ ശുദ്ധജല തടാകമാണ് വെള്ളായണി കായൽ. കേരളത്തിലെ ഏറ്റവും തെക്കേയറ്റത്തെ ശുദ്ധജല തടാകമാണ് വെള്ളായണി കായൽ. 40ാമത്തെ ക്വസ്റ്റ്യൻ. താഴെ പറയുന്ന കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങളെയും സംരക്ഷിത ജീവികളെയും ചേരുംപടി ചേർക്കുക. ഓപ്ഷൻ സി ആണ് ആൻസർ, റീഡ് തവളകൾ, കക്കയം. റീഡ് തവളകൾ, കക്കയം. ചാമ്പൽ മലയണ്ണാൻ, ചിന്നാർ. ചാമ്പൽ മലയണ്ണാൻ, ചിന്നാർ. സിംഹവാലൻ കുരങ്ങ്, സൈലന്റ് വാലി. സിംഹവാലൻ കുരങ്ങ്, സൈലന്റ് വാലി. വരയാട്, ഇരവികുളം. വരയാട്, ഇരവികുളം. റീഡ് തവളകൾ, കക്കയം. ചാമ്പൽ മലയണ്ണാൻ, ചിന്നാർ. സിംഹവാലൻ കുരങ്ങ്, സൈലന്റ് വാലി. വരയാട്, ഇരവികുളം. 41ാമത്തെ ക്വസ്റ്റ്യൻ. താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏത്? ഓപ്ഷൻ ഡി ആണ് ആൻസർ, എല്ലാം ശരിയാണ്. ഇന്ത്യയുടെ തെക്ക് വടക്ക് നീളം 3214 കിലോമീറ്റർ ആണ്. ഇന്ത്യയുടെ മാനകരേഖാംശം 8.5 ഡിഗ്രി പൂർവ്വരേഖാംശം. ഇന്ത്യയുടെ ഏറ്റവും വടക്കേയറ്റത്തുള്ളത് ഇന്ദിരാ കോൾ. ഇന്ത്യയുടെ ഏറ്റവും തെക്കേയറ്റത്തുള്ളത് ഇന്ദിരാ പോയിന്റ്. ഇന്ത്യയുടെ തെക്ക് വടക്ക് നീളം 3214 കിലോമീറ്റർ ആണ്. ഇന്ത്യയുടെ മാനകരേഖാംശം 8.5 ഡിഗ്രി പൂർവ്വരേഖാംശം. ഇന്ത്യയുടെ ഏറ്റവും വടക്കേയറ്റത്തുള്ളത് ഇന്ദിരാ കോൾ. ഇന്ത്യയുടെ ഏറ്റവും തെക്കേയറ്റത്തുള്ളത് ഇന്ദിരാ പോയിന്റ്. 42ാമത്തെ ക്വസ്റ്റ്യൻ. ഇന്ത്യയിലെ ജലസേചന പദ്ധതികളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ താഴെ നൽകിയിരിക്കുന്നു. ഇതിൽ ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ സി ആണ് ആൻസർ, 2ഉം 4ഉം മാത്രം. 2ഉം 4ഉം മാത്രമാണ് ശരിയായുള്ളത്. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ അണക്കെട്ടാണ് ഹിരാക്കുഡ്. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ അണക്കെട്ടാണ് ഹിരാക്കുഡ്. ലോകത്തിലെ ഏറ്റവും വലിയ കല്ലണക്കെട്ടാണ് നാഗാർജുന സാഗർ. ലോകത്തിലെ ഏറ്റവും വലിയ കല്ലണക്കെട്ടാണ് നാഗാർജുന സാഗർ. ഇന്ത്യയിലെ ഏറ്റവും വലിയ വിവിധോദ്ദേശ പദ്ധതി ബക്രാനങ്കലാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ വിവിധോദ്ദേശ പദ്ധതി ബക്രാനങ്കലും. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിവിധോദ്ദേശ പദ്ധതി ദാമോദർ നദീതട പദ്ധതിയുമാണ്. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിവിധോദ്ദേശ പദ്ധതി ദാമോദർ നദീതട പദ്ധതിയുമാണ്. 43ാമത്തെ ക്വസ്റ്റ്യൻ ഡിലീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. 44ാമത്തെ ക്വസ്റ്റ്യൻ. ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ ഭാഗമായ ലോകസഭയുമായി ബന്ധമില്ലാത്ത പ്രസ്താവന. ഓപ്ഷൻ സി ആണ് ആൻസർ, 1ഉം 3ഉം ബന്ധമില്ലാത്ത പ്രസ്താവനയാണ്. ബന്ധമുള്ള പ്രസ്താവനകൾ ഏതെല്ലാമാണെന്ന് നോക്കാം. ജനങ്ങൾ നേരിട്ട് തിരഞ്ഞെടുക്കുന്ന അംഗങ്ങൾ ജനപ്രതിനിധി സഭ എന്നറിയപ്പെടുന്നു. ഇവ രണ്ടും ലോകസഭയുമായി ബന്ധമുള്ള പ്രസ്താവനകളാണ്. ജനങ്ങൾ നേരിട്ട് തിരഞ്ഞെടുക്കുന്ന അംഗങ്ങൾ ജനപ്രതിനിധി സഭ എന്നറിയപ്പെടുന്നു. ബന്ധമില്ലാത്ത പ്രസ്താവനകളായി തന്നിരിക്കുന്ന 1ഉം 3ഉം രാജ്യസഭയുമായി ബന്ധമുള്ള പ്രസ്താവനകളാണ്. സംസ്ഥാനങ്ങളുടെ കൗൺസിൽ എന്നറിയപ്പെടുന്നു ഉപരാഷ്ട്രപതി അധ്യക്ഷം വഹിക്കുന്ന സഭ. ഇവ രണ്ടും രാജ്യസഭയുമായി ബന്ധമുള്ള പ്രസ്താവനകളാണ്. സംസ്ഥാനങ്ങളുടെ കൗൺസിൽ എന്നറിയപ്പെടുന്നു ഉപരാഷ്ട്രപതി അധ്യക്ഷം വഹിക്കുന്ന സഭ. 45ാമത്തെ ക്വസ്റ്റ്യൻ ഡിലീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. 46ാമത്തെ ക്വസ്റ്റ്യൻ ചേരുംപടി ചേർക്കുക. ഓപ്ഷൻ ബി ആണ് ആൻസറായിട്ട് വരുന്നത്. വരാഹമിഹിരൻ ലഘുജാതകം. കാളിദാസൻ വിക്രമോർവശീയം. വിശാഖദത്തൻ മുദ്രാരാക്ഷസം.
ശൂദ്രകൻ മൃച്ഛകടികം, വരാഹമിഹിരൻ ലഘുജാതകം, കാളിദാസൻ വിക്രമോർവശീയം, വിശാഖദത്തൻ മുദ്രാരാക്ഷസം. ശൂദ്രകൻ മൃച്ഛകടികം. 47ാമത്തെ ക്വസ്റ്റ്യൻ. കൃത്രിമോപഗ്രഹം ആദിത്യ L1 വിക്ഷേപിച്ച വാഹനം. ഓപ്ഷൻ എ ആണ് ആൻസർ. PSLV-C-57. PSLV-C-57 ആണ് കൃത്രിമോപഗ്രഹം ആദിത്യ L1 വിക്ഷേപിച്ച വാഹനം. 48ാമത്തെ ക്വസ്റ്റ്യൻ. സമൂഹശാസ്ത്രത്തിൻ്റെ പിതാവ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ. അഗസ്ത് കോംതെ. അഗസ്ത് കോംതെയാണ് സമൂഹശാസ്ത്രത്തിൻ്റെ പിതാവ്. 49ാമത്തെ ക്വസ്റ്റ്യൻ. 2022 ഫിഫ പുരുഷ ഫുട്ബോൾ ലോകകപ്പ് ജേതാവായ രാജ്യം ഏത് ഭൂഖണ്ഡത്തിൽ നിന്നായിരുന്നു? ഓപ്ഷൻ ബി ആണ് ആൻസർ. തെക്കേ അമേരിക്ക. 2022 ഫിഫ പുരുഷ ഫുട്ബോൾ ലോകകപ്പ് ജേതാവായ രാജ്യം ഏത് ഭൂഖണ്ഡത്തിൽ നിന്നായിരുന്നു? തെക്കേ അമേരിക്ക. 50ാമത്തെ ക്വസ്റ്റ്യൻ. മണ്ണും വെള്ളവും ജീവൻ്റെ ഉറവിടം എന്നതാണ് 2023 ലോക ഡാഷ് ദിന സന്ദേശം. ഓപ്ഷൻ സി ആണ് ആൻസർ. മണ്ണ് ദിനം. ലോക മണ്ണ് ദിനത്തിൻ്റെ പ്രമേയമാണ് മണ്ണും വെള്ളവും ജീവൻ്റെ ഉറവിടം എന്നത്. 2023 പ്രമേയമാണ് മണ്ണും വെള്ളവും ജീവൻ്റെ ഉറവിടം എന്നത്. 2024 പ്രമേയം മണ്ണ് പരിപാലിക്കൽ, അളക്കുക, നിരീക്ഷിക്കുക, നിയന്ത്രിക്കുക എന്നതാണ്. 2024 പ്രമേയം മണ്ണ് പരിപാലിക്കൽ, അളക്കുക, നിരീക്ഷിക്കുക, നിയന്ത്രിക്കുക എന്നതാണ്. ലോക മണ്ണ് ദിനം ഡിസംബർ 5-നാണ്.